അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സംഘടിതമായി സക്കാത്ത് കൊടുത്താൽ ശരിയാവുകയില്ല. സംഘടിതമായി സക്കാത്തിന്റെ ഉടമസ്ഥാവകാശം സുൽത്താനാണ്. അതുകൊണ്ട് സുൽത്താൻ അല്ലെങ്കിൽ ശരീഅ ഭരണമില്ലാത്ത രാജ്യത്ത് സംഘടിതമായി സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. അങ്ങനെ സംഘടിതമായി സക്കാത്ത് കൊടുത്താൽ ശരിയാവുകയില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നത് വല ആമിലീന അലൈഹ, സക്കാത്ത് പിരിക്കുന്ന, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കും സക്കാത്തിന്റെ ഓഹരിയുണ്ടെന്ന് പറഞ്ഞാൽ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യാനൊരു ടീം ഉണ്ടാവണമെന്ന സൂചന അവിടെ കൃത്യമായി കാണാൻ കഴിയും. അതേപോലെ തന്നെ വൽ ആമിലീന അലൈഹ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ജലാലൈനി അഥവാ നമ്മുടെ പള്ളി ദർസുകൾ പഠിപ്പിക്കുന്ന ജലാലൈനിൽ പോലും പറയുന്നത് ഐ അസ്സദഖാതു മിൻ ജാബിൻ വഖാസിമിൻ വകാതിബിൻ വഹാഷിറിൻ, സക്കാത്ത് ഒരുമിച്ച് കൂട്ടുന്ന, സക്കാത്തിന്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്ന, അത് വിതരണം ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ സക്കാത്തിനൊരു ടീം ഉണ്ടാവണം, സംഘടിതമായി സക്കാത്ത് കൊടുക്കാനുള്ള സൂചനയാണ് ഈ ആയത്തിലുള്ളത്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് 9-ാം അധ്യായം 103-ാമത്തെ വചനം, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹ, അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് എടുക്കുകയും അത് പാവങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യണമെന്നാണ്. സക്കാത്ത് എടുക്കാനൊരു വിഭാഗം ഉണ്ടാവണമെന്ന സൂചന ഇവിടെ കൃത്യമായി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന റിപ്പോർട്ടിൽ കാണാം, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കും റസൂൽ കൊടുക്കുന്ന ഉപദേശം അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം. എങ്ങനെ? പണക്കാരിൽ നിന്ന് പിരിച്ച് പാവപ്പെട്ട ആളുകളിൽ കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ സംഘടിതമായി സക്കാത്ത് എന്ന രീതിയാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്, പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ളത്, പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ശരിയാ ഭരണമില്ല, അതുകൊണ്ട് സംഘടിതമായി കൊടുക്കണം, ഒറ്റ കൊടുത്താൽ മതി എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സക്കാത്തിന്റെ വിഷയത്തിൽ മാത്രമാണോ സുൽത്താന്റെ അല്ലെങ്കിൽ ശരിയാ ലോയുടെ ശരിയാ ഭരണ സംവിധാനത്തിന്റെ ആവശ്യമുള്ളത്? ഇമാമിനെ വെക്കുന്ന വിഷയത്തിൽ, നിക്കാഹിന്റെ വിഷയത്തിൽ, മയ്യത്തിന് ഇമാം നിൽക്കുന്ന വിഷയത്തിലൊക്കെ ഇത് വേണമല്ലോ. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ നാട്ടിലെ കാളിയാണ് മുമ്പിൽ നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ വിഷയത്തിലും ആ നാട്ടിലെ മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് നേതൃത്വം കൊടുത്ത് സക്കാത്ത് സ്വീകരിക്കാവുന്നതാണ്. വലിയില്ലാത്തവരുടെ നിക്കാഹിന്റെ വിഷയം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസുൽത്താനു വലിയ്യുൻ മൻ ലാ വലിയ ലഹു, വലിയില്ലാത്ത ആൾക്ക് സുൽത്താനാണ് വലി. അപ്പോൾ വലിയില്ലാത്ത ഒരാൾക്ക് സുൽത്താൻ വലിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വലിയില്ലാത്തൊരു പെൺകുട്ടി വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് സുൽത്താനെയാണോ വലിയായി നിർത്താറുള്ളത്? അല്ല, മഹലിലെ കാദിയാവാം, മഹലിലെ ഉത്തരവാദിത്തപ്പെട്ട കാദി ഏൽപ്പിക്കപ്പെടുന്ന ആളാവാം. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ വിഷയത്തിലും മഹലിലെ കാദിയുടെ നേതൃത്വത്തിൽ ഒരു സക്കാത്ത് കൂട്ടായ്മ ഉണ്ടാക്കി പാവപ്പെട്ടവരിലേക്ക് സക്കാത്ത് വിതരണം ചെയ്താൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വലിയൊരു സഹായകപരമായി തീരുമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.